ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. മലബാറിന്റെ വികസനത്തിന് നാന്ദി കുറിച്ച കാലിക്കറ്റ് എയർപോർട്ടിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യാനുള്ള നീക്കങ്ങൾ അണിയറയിൽ നടക്കുന്നതായുള്ള ആരോപണം ശക്തമാവുന്നു. നെടുമ്പാശ്ശേരി, ഡൽഹി കേന്ദ്രീകരിച്ചുള്ള സംഘങ്ങളാണ് ഇതിനു പിന്നിലുള്ളതെന്ന് പ്രവാസി സംഘടനകൾ പറയുന്നു. ഇതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ തൊഴിലാളി പ്രശ്നങ്ങളിൽ ഇടപെടാൻ വിമുഖത കാണിക്കുകയാണെന്ന് AITUC സംസ്ഥാന സെക്രട്ടറി KP രാജേന്ദ്രൻ. കാരശ്ശേരി ബാങ്കിന്റെ പ്രവർത്തന പരിധി വർദ്ധിപ്പിക്കുന്നതിൽ പ്രതിഷേധിച്ച് ജില്ലയിൽ സഹകരണ ഹർത്താൽ. കാലിക്കറ്റ് എയർപോർട്ടിനെ ഉന്മൂലനം ചെയ്യാൻ ചില ഗൂഢശക്തികൾ പ്രവർത്തിക്കുന്നതായി ആരോപണം. എയർപോർട്ട് അടച്ചിടൽ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ദുരിതം. വാർത്തകൾ വിശദമായി. അടച്ചുപൂട്ടിയ കോൺഗ്രസ് നെയ്ത്ത് കമ്പനി സർക്കാർ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് CPI നേതൃത്വത്തിൽ രാപ്പകൽ സമരം ആരംഭിച്ചു. AITUC സംസ്ഥാന സെക്രട്ടറി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ തൊഴിലാളി പ്രശ്നങ്ങളിൽ ഇടപെടാൻ വിമുഖത കാണിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. EC സതീശന്റെ നേതൃത്വത്തിലാണ് സമരം നടക്കുന്നത്. കോംട്രസ്റ്റ് ഏറ്റെടുക്കാൻ ആവശ്യമായ നടപടികൾ സംസ്ഥാന സർക്കാർ ഊർജിതപ്പെടുത്തുക, തൊഴിലാളികൾക്ക് പ്രഖ്യാപിച്ച പ്രതിമാസ സഹായധനം ലഭ്യമാക്കുക, നൂറ്റാണ്ടു പിന്നിട്ട കോംട്രസ്റ്റ് കെട്ടിടം നഗരത്തിന്റെ പൈതൃക സ്വത്തായി സംരക്ഷിക്കാനാവശ്യമായ നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 48 മണിക്കൂർ സേവ് കോൺട്രസ്റ്റ് രാപ്പകൽ സമരം ആരംഭിച്ചു. കോംട്രസ്റ്റ് കമ്പനി പരിസരത്ത് നടക്കുന്ന സമരം AITUC സംസ്ഥാന സെക്രട്ടറി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ഇതുപോലെയുള്ള അല്ലെങ്കിൽ രാജ്യത്തുടനീളം ഇതുപോലെ ഒട്ടേറെ വിഷയങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അവിടെ മുഖ്യ രാഷ്ട്രീയ പാർട്ടികൾ വേണ്ടത്ര ഗൗരവത്തോടുകൂടി അത്തരം സമരങ്ങളിൽ അത്തരം പൊതുവിഷയങ്ങളിൽ ഇടപെടുന്നില്ല, പങ്കെടുക്കുന്നില്ല എന്ന വിമർശനമൊക്കെ രാജ്യത്തുണ്ട്. നമ്മുടെ സമ്മേളനങ്ങളിലും ആ ചർച്ച അതിനെ മറച്ചുവയ്ക്കുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി, നമ്മുടെ പ്രസ്ഥാനങ്ങൾ നമ്മളായി പല സമരങ്ങളുടെ മുൻപന്തിയിൽ നിൽക്കേണ്ടത്. സംസ്ഥാന കൌൺസിൽ അംഗം IV ശശാങ്കൻ അധ്യക്ഷം വഹിച്ചു. സമരത്തോടനുബന്ധിച്ച് പത്ര ഡോക്യുമെന്ററി പ്രദർശനം, ചിത്രരചന തുടങ്ങിയ പരിപാടികൾ നടന്നു. ജില്ലാ സെക്രട്ടറി TV ബാലൻ, സംസ്ഥാന കൌൺസിൽ അംഗം സത്യൻ മുഗേരി, വിജയൻ കുനിശ്ശേരി, KG പങ്കജാക്ഷൻ, M നാരായണൻ മാസ്റ്റർ, AN രാജൻ, AV കൃഷ്ണൻ, P ഗവാസ്, R ശശി, AK ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കാലിക്കറ്റ് എയർപോർട്ട് നവീകരണത്തിനായി മെയ് മാസത്തിൽ പൂട്ടിയിടാനുള്ള നീക്കം തൽപര കക്ഷികളുടെ ശ്രമഫലമാണെന്ന ആരോപണം ശക്തമാവുന്നു. എയർപോർട്ട് തകർക്കാനുള്ള നീക്കത്തിനെതിരെയുള്ള പ്രതിഷേധവും ശക്തമാവുകയാണ്. NP ഷക്കീറിന്റെ റിപ്പോർട്ടിലേക്ക്. കാലിക്കറ്റ് എയർപോർട്ട് നവീകരണത്തിനായി മെയ് മാസത്തിൽ അടക്കുന്നതോടെ എയർപോർട്ടിനെ ഞെരിച്ചുകൊല്ലുകയെന്ന ഉദ്യോഗസ്ഥ ലോബിയുടെ ശ്രമം വലിയൊരളവോളം വിജയിച്ചിരിക്കുകയാണെന്ന് ഇന്തോ അറബ് കോൺഫെഡറേഷൻ കൌൺസിൽ ചെയർമാൻ ആറ്റക്കോയ പള്ളിക്കണ്ടി ആരോപിച്ചു. കാലിക്കറ്റ് എയർപോർട്ട് ആരംഭിച്ചതു മുതൽ ചില തൽപര കക്ഷികൾ ഇതിനെതിരെ രംഗത്തുണ്ട്. ചില ഉദ്യോഗസ്ഥർക്ക് എയർപോർട്ട് ഇവിടെ നിന്ന് പറിച്ചു നടാനാണ് ആഗ്രഹം. നെടുമ്പാശ്ശേരി എയർപോർട്ട് വഴി നേട്ടമുണ്ടാകുന്ന മധ്യകേരളത്തിലെ ചില ജനപ്രതിനിധികളും മന്ത്രിമാരും കാലിക്കറ്റ് എയർപോർട്ടിനെ ഞെരുക്കിക്കൊല്ലുന്നതിന് അണിയറ നീക്കങ്ങൾ തുടരുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. കോഴിക്കോട് എയർപോർട്ട്, കാലിക്കറ്റ് എയർപോർട്ട് ചരിത്രത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യുക എന്ന ഗൂഢതന്ത്രത്തിന്റെ, അവരുടെ ഉപജാപത്തിന്റെ ഒരു വിജയമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. നെടുമ്പാശ്ശേരി എയർപോർട്ടിലെ ഉദ്യോഗസ്ഥരും കേരളത്തിലെ ചില മന്ത്രിമാരും ഡൽഹിയിലെ ചില ഉന്നതരും തമ്മിൽ നടത്തിയ ഉപജാപത്തിൻ്റെയും ഗൂഢമായ ചർച്ചയുടെയും ഫലമായിട്ടാണ്
ഈ എയർപോർട്ട് പൂർണ്ണമായി അടച്ചിടുന്ന, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മലബാർ ഈ നൂറ്റാണ്ടിൽ നേരിടുന്ന ഏറ്റവും ദുരന്തങ്ങളിലൊന്നായ ഈ സംഭവത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ലക്ഷക്കണക്കിന് പ്രവാസികളുടെ ആശ്രയമായ കരിപ്പൂർ എയർപോർട്ടിന് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ആരുമില്ല. മലബാറിലെ ജനപ്രതിനിധികൾക്ക് ഇക്കാര്യത്തിൽ ഒട്ടും താൽപര്യമില്ലാതായിരിക്കുന്നു. ഈ സ്ഥിതി തുടർന്നാൽ എയർപോർട്ട് നമുക്ക് എന്നേക്കുമായി നഷ്ടമാകുമെന്നും ആറ്റക്കോയ പള്ളിക്കണ്ടി പറഞ്ഞു. ഏറെക്കാലത്തെ മുറവിളികൾക്കൊടുവിലാണ് മലബാറിൽ ഒരു എയർപോർട്ട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമായത്. എന്നാൽ നേടിയതെല്ലാം നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലാണ് ഇപ്പോൾ എയർപോർട്ടിന്റെ പ്രവർത്തനം. എയർപോർട്ടിന്റെ വികസന തകർച്ചയ്ക്ക് പിന്നിൽ വിവിധ ലോബികളാണെന്ന് നേരത്തെ തന്നെ ആരോപണമുയർന്നിരുന്നു. കാലിക്കറ്റ് എയർപോർട്ടിന്റെ സംരക്ഷണത്തിനായി പ്രവാസികൾക്കൊപ്പം പൊതുജനങ്ങളും സംഘടിക്കാൻ സമയമായിരിക്കുന്നു. ക്യാമറാമാൻ ജഷാദ് അച്ചുവിനൊപ്പം NP ഷക്കീർ, ജില്ലാ വാർത്തകൾ. നവമാധ്യമങ്ങളും അരാഷ്ട്രീയ യുവത്വവും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി തുറന്ന സംവാദം സംഘടിപ്പിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടിയിൽ DYFI സംസ്ഥാന സെക്രട്ടറി M. സ്വരാജ് പങ്കെടുത്ത് സംസാരിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നവമാധ്യമങ്ങളും അരാഷ്ട്രീയ യുവത്വവും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി തുറന്ന സംവാദം സംഘടിപ്പിച്ചു. KP കേശവമേനോൻ ഹാളിൽ വെച്ചു നടന്ന സംവാദത്തിൽ DYFI സംസ്ഥാന സെക്രട്ടറി M. സ്വരാജ് പങ്കെടുത്ത് സംസാരിച്ചു. വർത്തമാനകാലത്ത് യുവത്വത്തിന് എന്ത് സംഭവിക്കുമെന്നത് പ്രസക്തമല്ല. ഒരു കാലത്തും യുവത്വത്തിന് മാത്രമായി ഒന്നും സംഭവിക്കില്ല. ലോകത്തിന് ഉണ്ടാവുന്ന മാറ്റം യുവത്വത്തിനും ഉണ്ടാകുമെന്ന് സ്വരാജ് പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതുമ്പോൾ മാർക്സിനും എംഗൽസിനും 30 വയസ്സിൽ താഴെയായിരുന്നു പ്രായം. ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനത്തിനെതിരായ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന സമയത്ത് ഗാന്ധിജി ചെറുപ്പക്കാരനായിരുന്നു. ചിക്കാഗോയിൽ ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറുമ്പോൾ വിവേകാനന്ദനും ചെറുപ്പക്കാരനായിരുന്നു. അങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് പറയാനാണ്. വാർത്താ പോർട്ടലുകൾ, വിവിധ വെബ്സൈറ്റുകൾ, ബ്ലോഗുകൾ, ഫേസ്ബുക്ക്, ട്വിറ്റർ, വാട്സ്ആപ്പ് തുടങ്ങി ആർക്കും സ്വന്തം നിലപാടുകൾ തുറന്നു പറയാനും ഇടപെടാനും നവമീഡിയകൾ വഴിയൊരുക്കുന്നുണ്ട്. രാഷ്ട്രീയ ബോധത്തിനു പകരം അരാഷ്ട്രീയമായ യുവത്വമാണ് സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു സംവാദം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ സംഘടിപ്പിച്ചത്. യൂത്ത് അഖിലേന്ത്യാ കൺവീനർ PK ഫിറോസ്, ഡൂൾ ന്യൂസ് മാനേജിംഗ് എഡിറ്റർ മുഹമ്മദ് സുഹൈൽ M, മാധ്യമപ്രവർത്തകൻ ലാസർ ഷൈൻ, ഗുരുവായൂരപ്പൻ കോളേജ് മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ സുനീത TV എന്നിവർ സംവാദത്തിൽ പങ്കെടുത്തു. കാരശ്ശേരി ബാങ്കിന്റെ പ്രവർത്തന പരിധി വർദ്ധിപ്പിച്ച സഹകരണ സെക്രട്ടറിയുടെ ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലയിൽ സഹകരണ ബാങ്കുകൾ അടച്ചിട്ട് പ്രകടനം നടത്തി. ഫറൂഖിൽ നടന്ന പ്രകടന പരിപാടിയിൽ പട്ടാഞ്ചേരി രാജൻ അധ്യക്ഷം വഹിച്ചു. കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്കിനെ കോഴിക്കോട് താലൂക്ക് മുഴുവൻ പ്രവർത്തന പരിധി നിശ്ചയിച്ചതിൽ പ്രതിഷേധിച്ച് മറ്റ് സഹകരണ ബാങ്കുകൾ പ്രക്ഷോഭം ആരംഭിച്ചു. സഹകരണ വകുപ്പ് സെക്രട്ടറിയുടെ ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജില്ലയിൽ സഹകരണ ബാങ്കുകൾ അടച്ചിട്ട് സഹകരണ ബന്ദ് നടത്തി. പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റി അസോസിയേഷൻ നേതൃത്വത്തിലായിരുന്നു സമര പരിപാടികൾ. ഇതിന്റെ ഭാഗമായി ജില്ലയിലെ സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരും ജീവനക്കാരുടെ യൂണിയൻ പ്രതിനിധികളും തിരുവനന്തപുരത്ത് രജിസ്ട്രാർ ഓഫീസ് മാർച്ച് നടത്തി. പ്രതീകാത്മകമായി ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിലും പരിപാടികൾ സംഘടിപ്പിച്ചു. കോഴിക്കോട് ഫറോക്കിൽ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ഫറോക്ക് ടൗൺ ചുറ്റി ഷോപ്പിംഗ് കോംപ്ലക്സ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന യോഗത്തിൽ പട്ടാഞ്ചേരി രാജൻ അധ്യക്ഷം വഹിച്ചു. കുഞ്ഞിമുദ്ദീൻകുട്ടി മാസ്റ്റർ, സജിത് കുമാർ, മുസ്തഫ, ഷാനവാസ്, രാജീവൻ, വേലായുധൻ, ബിജു T എന്നിവർ സംസാരിച്ചു. സഹകരണ സംഘത്തിന്റെ പ്രവർത്തന പരിധിയിൽ ഒരേ പ്രവർത്തനം നടത്തുന്ന മറ്റൊരു സംഘത്തിന് അനുമതി നൽകരുതെന്നാണ് സഹകരണ നിയമം. ഇത് ലംഘിക്കുന്നത് അന്തർദേശീയ സഹകരണ സഖ്യത്തിന്റെ പ്രഖ്യാപിത നയത്തിന് എതിരാണ്. പഞ്ചായത്തിൽ മാത്രം പ്രവർത്തന പരിധിയുള്ള കാരശ്ശേരി ബാങ്കിന്റെ പ്രവർത്തനം എവിടെയുമാകാമെന്നത് അരാജകത്വമുണ്ടാക്കും. വൻ സ്രാവുകൾ ചിറവെ വിഴുങ്ങുന്ന സ്ഥിതിയുണ്ടാകും. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെയും സഹകരണത്തോടെയാണ് പ്രക്ഷോഭം നടത്തുന്നത്. ഇതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും മറ്റു ബാങ്കിന്റെ പ്രതിനിധികൾ പറഞ്ഞു. വാർത്തയിൽ ഒരിടവേള. For you, forever. Apollo Gold, Kozhikode, Tirur, Manjeri, Vadagara, Kannur. വിദേശ നിർമ്മിത ഫിഷ് അക്വേറിയങ്ങളുടെ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ 10 മുതൽ 50% വരെ വിലക്കുറവിൽ. വിവിധ തരം അക്വേറിയങ്ങൾ, ആക്സസറീസുകൾ, ഫൗണ്ടൻ തുടങ്ങിയവ സ്റ്റോക്ക് ക്ലിയറൻസിന്റെ ഭാഗമായി 10 മുതൽ 50% വരെ വിലക്കുറവിൽ വിറ്റ് കാലിയാക്കുന്നു. ഈ ഓഫർ ഏതാനും ദിവസത്തേക്ക് മാത്രം.
പിക്കാസോ, അമൃത ആർക്കേഡ്, മിംസ് ഹോസ്പിറ്റലിന് സമീപം നിയർ PNB, മിനി ബൈപ്പാസ് റോഡ്, കോഴിക്കോട്. ഫോൺ നമ്പേഴ്സ് 8714271215, 9249500838. എടാവേ അറിഞ്ഞായിരുന്നു, മാർച്ച് 18 കല്യാൺ സിൽക്സിന്റെ പുതിയ ഷോറൂം ഉദ്ഘാടനമാ. നല്ല അടിപൊളി സെറ്റപ്പാ കേട്ടോ. എന്തുട്ട കടി പറയണേ, മാർച്ച് 25 കല്യാൺ സിൽക്സിന്റെ ന്യൂ ഷോറൂം ഉദ്ഘാടനം. കുന്നംകുളത്താണ് സംഗതി. എന്തിനായി പറയണത്? ആറ്റിങ്ങൽ ടൗണിലാണ് കല്യാൺ സിൽക്സിന്റെ ഇനോഗ്രേഷൻ. ഏപ്രിൽ 6 പരിപാടി. എന്റെ പൊന്നോ, തൊടുപുഴയിലാടാവേ ഉദ്ഘാടനം. കുന്നംകുളത്താണ് മാഷെ കല്യാൺ സിൽക്സ്. അണ്ണാ, ഏപ്രിൽ 6 പരിപാടി ആറ്റിങ്കലില്. കല്യാൺ സിൽക്സിന്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ വേണ്ട. 3 ആഴ്ചകളിലായി 3 മെഗാ ഷോറൂമുകൾ. മാർച്ച് 18 തൊടുപുഴ, മാർച്ച് 25 കുന്നംകുളം, ഏപ്രിൽ 6 ആറ്റിങ്കൽ. കല്യാൺ സിൽക്സ് 21 ഷോറൂമുകൾ, 1 കോടിയിലേറെ മാംഗല്യങ്ങൾ. അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഷോറൂം ശൃംഖല. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. വാർത്തകൾ തുടരുന്നു. ജില്ലാ ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ സംസ്കാരം, സ്വാതന്ത്ര്യം, പ്രതിരോധം എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു. മാനാഞ്ചിറ പബ്ലിക് ലൈബ്രറി ജില്ലാ ലൈബ്രറി കൌൺസിലിന് തിരിച്ചു നൽകുന്നതിൽ നിയമതടസ്സം സൃഷ്ടിക്കുന്നതിനെതിരെ സെമിനാറിൽ രൂക്ഷ വിമർശനമുയർന്നു. ഡെപ്യൂട്ടി മേയർ PT അബ്ദുൽ ലത്തീഫ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ലൈബ്രറി കൌൺസിലിന്റെ കൈവശമുണ്ടായിരുന്ന മാനാഞ്ചിറയിലെ പബ്ലിക് ലൈബ്രറി ചില പ്രമുഖർ അന്യായമായി കൈവശം വെച്ചു വരികയാണെന്ന് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി K. ചന്ദ്രൻ മാസ്റ്റർ ആരോപിച്ചു. വർഷങ്ങളായി കൈവശം വെച്ചു വരിക മാത്രമല്ല, പ്രസ്തുത സ്ഥാപനം ലൈബ്രറി കൌൺസിലിന് തിരിച്ചു നൽകുന്നതിൽ അവർ നിയമതടസ്സം സൃഷ്ടിക്കുകയാണ്. ഇതിനായി സ്ഥിരമായി അപ്പീൽ പോകുന്നു. ലൈബ്രറിയുടെ ഇപ്പോഴത്തെ ഭരണം ഇവരുടെ നേതൃത്വത്തിലുള്ള ട്രസ്റ്റിനായതിനാൽ സർക്കാർ സഹായവും ലഭ്യമല്ല. തൽഫലമായി കോഴിക്കോടിന്റെ അഭിമാനമായ ലൈബ്രറിയുടെ സ്ഥിതി പരിതാപകരമായിട്ട് വർഷങ്ങളായെന്നും ചന്ദ്രൻ മാസ്റ്റർ ചൂണ്ടിക്കാട്ടി. സർക്കാരിന്റെ വരുമാനം ബിസിനസ് പ്രോത്സാഹനമെന്ന പേരിൽ പണക്കാർക്ക് നൽകുകയും പാവങ്ങൾക്കുള്ളത് സബ്സിഡി എന്ന പേരിൽ ബാധ്യതയായി കാണുകയും ചെയ്യുന്ന കാലത്താണ് നാം ജീവിക്കുന്നതെന്ന് സെമിനാർ ഉദ്ഘാടനം ചെയ്ത ഡെപ്യൂട്ടി മേയർ PT അബ്ദുൽ ലത്തീഫ് പറഞ്ഞു. ഖജനാവിലേക്ക് വരേണ്ടുന്ന പണം ഇൻസെന്റീവ് എന്ന പേരിൽ ഒഴിവാക്കി കൊടുത്താൽ അത് രാജ്യത്തിന്റെ വികസനത്തിന് പ്രയോജനകരമാണ്. സാധാരണ മനുഷ്യർക്ക് ആശ്വാസമായി തീരേണ്ട ചെലവുകൾ സബ്സിഡി എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ ആ സബ്സിഡി രാജ്യത്തെ ഖജനാവിന് ബാധ്യതയുണ്ടാകുന്നതായി തീരുന്നു. സാധാരണക്കാരായ കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനെ മേഖല ചോദ്യം ചെയ്യുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇതുപോലെ നിരവധി കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അഖില കേരള വായന മത്സരത്തിലെ ജില്ലാതല മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങൾ പ്രൊഫസർ PT അബ്ദുൽ ലത്തീഫ് വിതരണം ചെയ്തു. ചേവായൂർ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ മഞ്ജു P. ദേവസ്യ, വടകര GHSSലെ S. സഞ്ജയ്, തിരുവങ്ങൂർ HSSലെ GS. വിവേക് എന്നിവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. 1ാം സ്ഥാനം നേടിയ വിദ്യാർത്ഥി പഠിക്കുന്ന സ്കൂളിനുള്ള ട്രോഫി ചേവായൂർ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളും, 1ാം സ്ഥാനം നേടിയ വിദ്യാർത്ഥി പ്രതിനിധീകരിക്കുന്ന ലൈബ്രറിക്കുള്ള ട്രോഫി കാളാണ്ടിത്താഴം ദർശനം കലാ സാംസ്കാരിക വേദിയും ഏറ്റുവാങ്ങി. ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് N. ശങ്കരൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. സംസ്കാരം, സ്വാതന്ത്ര്യം, പ്രതിരോധം എന്ന വിഷയത്തിൽ പ്രൊഫസർ MM. നാരായണൻ വിഷയാവതരണം നടത്തി. UK. കുമാരൻ, VK. ബാലൻ മാസ്റ്റർ, K. നാരായണൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ഫറൂഖ് മേഖലയിലെ ഓട്ടുകമ്പനി തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് LDF നേതാക്കൾ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു. ഫറൂഖ് ബസ് സ്റ്റാൻഡിനു സമീപം നടക്കുന്ന സമരം എളമരം കരീം MLA ഉദ്ഘാടനം ചെയ്തു. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കി സമരം ഒത്തുതീർക്കുന്നതിന് ഉടമകൾ തയ്യാറാകണമെന്നും ആയിരക്കണക്കിന് തൊഴിലാളി കുടുംബങ്ങളെ പട്ടിണിയിൽ നിന്ന് രക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് LDF നേതാക്കൾ ചൊവ്വാഴ്ച മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത്. രാവിലെ 10 മണിക്ക് ബസ് സ്റ്റാൻഡിന് സമീപം എളമരം കരീം MLA ഉദ്ഘാടനം ചെയ്തു. പരിപാടികൾക്ക് മുന്നോടിയായി തൊഴിലാളികൾ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നും പ്രകടനം നടത്തി. സമരം ഒത്തുതീർക്കുന്നതിന് തടസ്സമായി ഉടമകൾ പറയുന്നത് ആവശ്യമായ കളിമണ്ണ് ലഭിക്കുന്നില്ല എന്നാണ്. സർക്കാർ തുടരുന്ന അലംഭാവവും അവഗണനയുമാണ് കളിമണ്ണ് ലഭിക്കാതിരിക്കുവാൻ കാരണം. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിന്റെ പേര് പറഞ്ഞാണ് കളിമൺ ഖനനം സർക്കാർ തടഞ്ഞത്. ഈ നിയമം നിലവിലിരിക്കെ തന്നെയാണ് കഴിഞ്ഞ LDF സർക്കാർ ആവശ്യമായ മണ്ണെടുക്കുന്നതിന് അനുമതി നൽകിയതെന്നും നേതാക്കൾ പറഞ്ഞു. അന്നത്തെ വ്യവസായ മന്ത്രിയായ എളമരം കരീം മുൻകൈയെടുത്താണ് ഈ അനുമതി നൽകിയത്.
ഓട് നിർമ്മാണത്തിന് കളിമണ്ണ് നീക്കം ചെയ്യുന്നത് പൊതു ആവശ്യമായി പരിഗണിച്ച് ഇളവ് ലഭ്യമാക്കണമെന്ന് നിയമത്തിൽ വ്യവസ്ഥ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇത് പാലിക്കുവാൻ UDF സർക്കാർ തയ്യാറാകുന്നില്ലെന്നും ഇത് വഞ്ചനാപരമാണെന്നും LDF നേതാക്കൾ പറഞ്ഞു. ബഷീർ കുണ്ടായത്തോട് ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. ചായച്ചുട്ടി, വാളക്കട ബാലകൃഷ്ണൻ, പിലാക്കാട്ട് ഷൺമുഖൻ, പ്രകാശൻ കറുത്തടത്ത്, പറ്റത്തിൽ ബാലകൃഷ്ണൻ, സലാം കടവനാത്ത് എന്നിവർ സംസാരിച്ചു. ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും കള്ളന്മാർക്ക് കഞ്ഞിവെക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് രാമദാസ് വേങ്ങേരി. കോഴിക്കോട് കിർത്താഡ്സ് ഓഫീസിലേക്ക് നടന്ന മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പട്ടികവർഗക്കാരുടെ ജാതി സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് സർക്കാർ സർവീസിൽ പ്രവേശിച്ച വ്യാജ ഉദ്യോഗാർത്ഥികളെ പുറത്താക്കുക, അവർക്കെതിരെ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അംബേദ്കർ ജനപരിഷത്ത് നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി കോഴിക്കോട് കിർത്താഡ്സ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. സംസ്ഥാന പ്രസിഡന്റ് രാമദാസ് വേങ്ങേരി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും കള്ളന്മാർക്ക് കഞ്ഞിവെക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മുഖ്യമന്ത്രി ക്രിസ്ത്യാനികളെ സംരക്ഷിക്കുകയാണ്. ഇവിടെ മതേതരത്വം കാത്തു സൂക്ഷിക്കേണ്ട, ഇവിടുത്തെ അടിസ്ഥാന വർഗത്തിന് നീതി ലഭിക്കേണ്ട ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 1800ഓളം ക്രിസ്ത്യാനികൾ പട്ടികജാതിക്കാരന്റെ വ്യാജ സർട്ടിഫിക്കറ്റ് വാങ്ങി കേന്ദ്രത്തിന്റെ സർവീസുകളിൽ ഉന്നതമായ സർവീസിൽ കയറിയവരെ നടപടി സ്വീകരിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. കള്ളന്മാർക്ക് കഞ്ഞിവെക്കുകയാണ് മുഖ്യമന്ത്രിയും സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രിയും. ഇതിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ്. കുട്ടിക്കൃഷ്ണൻ ഉള്ളിയേരി സമരത്തിന് അധ്യക്ഷം വഹിച്ചു. VM ചന്ദ്രിക അജേഷ്, ജയരാജൻ മുക്കം, രാജേഷ് കുമാർ മുഖവൂർ, മോഹൻദാസ് ഉണ്ണിക്കുളം, അഭിലാഷ് ബദിരൂർ, സുരേഷ് തടമ്പാട്ടുതാഴം, മഹേന്ദ്രൻ കവലൂർ എന്നിവർ സംസാരിച്ചു. കലാ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രോത്സാഹിപ്പിക്കണമെന്ന് പറയുന്ന ഭരണകൂടങ്ങൾ അത് വാക്കിൽ മാത്രം ഒതുക്കുകയാണെന്ന് സംവിധായകൻ വിജിത് ബാല. സെൻസർ ബോർഡ് പുതുതായി കടന്നുവരുന്ന കലാകാരന്മാരെ പീഡിപ്പിക്കുകയാണെന്നും വിജിത് പറഞ്ഞു. കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ മുഖാമുഖത്തിൽ പങ്കെടുത്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അത്തരം കാര്യങ്ങളിലുള്ള ഒരു ചെറിയ പ്രവർത്തനങ്ങൾ സർക്കാരുകൾ പോലും നമ്മളുടെ ഈ പറഞ്ഞ പോലുള്ള മേഖലയിൽ എല്ലാ ഭരണവർഷങ്ങളിലും ആളുകൾ പറയും കല, സാംസ്കാരികം, സിനിമ ഇതിനൊക്കെ പരിപോഷിപ്പിക്കണം, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയാന്നല്ലാതെ ഇതെല്ലാം പേപ്പറുകളിലും മറ്റു കാര്യങ്ങളിലും മാത്രമായിട്ട് ഒതുങ്ങിത്തീരുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. അതേപോലെ തന്നെയാണ് സെൻസർഷിപ്പിനകത്തും ഞാൻ അനുഭവിച്ചിരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്. സെൻസർ നെല്ലിക്ക പോലെ ആദ്യം കഴിക്കുകയും പിന്നീട് മധുരിക്കുകയും ചെയ്യുന്ന സിനിമയാണ് നെല്ലിക്കയെന്ന് സംവിധായകൻ വിജിത് ബാലെ പറഞ്ഞു. നെല്ലിക്ക എന്ന സിനിമ തിയേറ്ററിലെത്തിയ കാര്യം ജനങ്ങൾ അറിയാതെ പോയത് ഈ സിനിമയ്ക്കേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണെന്ന് നായകൻ ദീപക് പറഞ്ഞു. ആൾക്കാർക്ക് പടം തിയേറ്ററിൽ എത്തിയ കാര്യം അറിയുന്നൊരു സംഭവം ചെയ്തില്ല. പ്രൊമോഷൻ ഭയങ്കര വീക്കായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഈ സിനിമ വലിയൊരു ഫാക്ടറാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് ആരുടെ മിസ്റ്റേക്സ് ആണ്, ആരുടെ പ്രശ്നങ്ങളാണെന്നൊന്നും അറിയില്ല. കൂട്ടിക്കൽ ജയചന്ദ്രനാണ് നെല്ലിക്കയിലെ സഹനടൻ. നെല്ലിക്കയിലെ മറ്റ് നടന്മാരും ഫിലിം ക്ലബ് കൺവീനർ AB ഫർദീസും മുഖാമുഖത്തിൽ പങ്കെടുത്തു. വാർത്തയിൽ മറ്റൊരിടവേള. For you, forever. Apollo Gold. കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. കാലിക്കറ്റ് സർവകലാശാലയിൽ കഴിഞ്ഞ 145 ദിവസമായി ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റുഡൻസ് നടത്തിവരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. സമരരംഗത്തുണ്ടായിരുന്ന പ്രവർത്തകരും വൈസ് ചാൻസലറും ചേർന്ന് നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത്. എന്നാൽ തീരുമാനം അംഗീകരിക്കില്ലെന്ന് MSF അറിയിച്ചു. ഹോസ്റ്റൽ വിഷയത്തിൽ പരിഹാരം കാണാമെന്നറിയിച്ച് വിളിച്ചു ചേർത്ത യോഗത്തിൽ നിന്നും VC M അബ്ദുൾ സലാം വിട്ടുനിന്നതിനെ തുടർന്ന് തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ SFI DYFI പ്രവർത്തകർ VCയുടെ ഔദ്യോഗിക വസതി ഉപരോധിച്ചു. 100-ലധികം പ്രവർത്തകർ VCയുടെ വസതി തടഞ്ഞ മുദ്രാവാക്യം വിളിച്ചു.
ഇതിനിടെ വിസിക്ക് പിന്തുണയുമായി എത്തിയ യൂത്ത് ലീഗ് MSF പ്രവർത്തകരും SFI പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി. തുടർന്ന് ഇരുവിഭാഗവും കല്ലേറ് നടത്തി. അരമണിക്കൂറോളം നീണ്ടുനിന്ന സംഘർഷത്തിനിടെ പോലീസ് 10 തവണ കണ്ണീർ വാതകവും ഗ്രനേഡും പ്രയോഗിച്ചു. സംഘർഷത്തിൽ 10ഓളം പ്രവർത്തകർക്ക് പരിക്കേറ്റു. ഒടുവിൽ ചർച്ച വിജയം കണ്ടെന്ന പ്രഖ്യാപനം വന്നതോടെ വിദ്യാർത്ഥികൾ ആർപ്പു വിളിച്ചു. നിലവിൽ സ്വാശ്രയ വിദ്യാർത്ഥികൾക്ക് ഗസ്റ്റ് ഹൌസിൽ താമസ സൗകര്യമൊരുക്കാനും റെഗുലർ സ്വാശ്രയ വിദ്യാർത്ഥികൾക്കായി കോമൺ മെസ് ഏർപ്പെടുത്താനുമാണ് തീരുമാനം. അതേസമയം ക്യാമ്പസിൽ നടന്ന അക്രമത്തിന്റെ പശ്ചാത്തലത്തിൽ മുഴുവൻ പഠന വകുപ്പുകൾക്കും ഒരാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ പ്രശ്നത്തിൽ സർവകലാശാല സ്വീകരിച്ച നിലപാട് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് MSF യൂത്ത് ലീഗ് പ്രവർത്തകർ ഭരണകാര്യാലയം ഉപരോധിച്ചു. ഇതേ തുടർന്ന് സർവകലാശാല ഓഫീസ് അസിസ്റ്റന്റ് ഇന്റർവ്യൂ തടസ്സപ്പെട്ടു. ഒരു കാരണവശാലും ഇപ്പോൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ നിന്നും പുറത്തേക്കില്ലെന്ന് MSF പ്രവർത്തകർ ആവർത്തിച്ചു. വിഷയത്തിൽ പരിഹാരം കാണും വരെ പ്രതിഷേധം തുടരുമെന്നും പ്രവർത്തകർ പറഞ്ഞു. പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ് ഇന്ന് MSFന്റെയും യൂത്ത് ലീഗിന്റെയും ഒക്കെ സംയുക്തമായിട്ട് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. രക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി നിങ്ങൾ ഏത് മാളത്തിൽ വിളിച്ചാലും ആ മാളം തുറന്ന് നിങ്ങളെ പിടിച്ച് പുറത്തു കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ സമയം ഉപയോഗിക്കുക. പിൻവലിച്ചതിന് ശേഷമല്ലാതെ ഈ മുസ്ലിം യൂത്ത് ലീഗിന്റെ മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷന്റെയും പ്രവർത്തകന്മാർ ഇവിടെ നിന്ന് പിരിഞ്ഞു പോവില്ല എന്നറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സാമൂഹ്യ വികസന പക്ഷാചരണത്തിന്റെ ഭാഗമായി ഈ സാക്ഷരതയും സാമൂഹ്യ വികസനവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ഏകദിന ശില്പശാല നടന്നു. PN പണിക്കർ വിജ്ഞാൻ വികാസ് കേന്ദ്ര വൈസ് ചെയർമാൻ N ബാലഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി. സാമൂഹ്യ വികസന പക്ഷാചരണത്തിന്റെ ഭാഗമായി ഈ സാക്ഷരതയും സാമൂഹ്യ വികസനവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ഏകദിന ശില്പശാല നടന്നു. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ PN പണിക്കർ വിജ്ഞാൻ വികാസ് കേന്ദ്ര വൈസ് ചെയർമാൻ N ബാലഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി. PN പണിക്കർ 106ാം ജന്മദിന ആഘോഷം മാർച്ച് 1 മുതൽ നടത്തിവരികയാണ്. ഈ ദിനം സാമൂഹ്യ പ്രവർത്തക ദിനമായി കഴിഞ്ഞ 19 വർഷമായി സംസ്ഥാന സർക്കാരിന്റെയും PN പണിക്കർ ഫൗണ്ടേഷന്റെയും ആഭിമുഖ്യത്തിൽ ആചരിച്ചു വരുന്നു. ഇതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന സമ്പൂർണ്ണ ഇ സാക്ഷരതാ പദ്ധതി എല്ലാ ജില്ലകളിലെയും 7 പഞ്ചായത്തുകളിലെ പ്രവർത്തകരുടെ പങ്കാളിത്തത്തിൽ വിപുലമായ ഇ സാക്ഷരതാ സെമിനാർ നടന്നുവരുന്നു. PN പണിക്കരുടെ 106ാം ജന്മദിനാഘോഷങ്ങളുടെ സമാപന സമ്മേളനവും കാർഷിക സെമിനാറും 14-ന് പാലക്കാട് നെന്മാറയിൽ വെച്ച് നടക്കും. NE ബാലകൃഷ്ണ മാരാർ, KS വെങ്കിടാചലം, അഡ്വക്കേറ്റ് M രാജൻ, അഴിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ, കുറ്റ്യാടി പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസ, അബൂബക്കർ എന്നിവർ സംസാരിച്ചു. AIBE സംസ്ഥാന പ്രസിഡന്റും നെടുങ്ങാടി ബാങ്ക് സ്റ്റാഫ് യൂണിയൻ സ്ഥാപക നേതാവുമായ AVG നായരുടെ 29ാം ചരമവാർഷികം ബാങ്ക് ജീവനക്കാർ ആചരിച്ചു. അനുസ്മരണ യോഗം K മല്ലിക ഉദ്ഘാടനം ചെയ്തു. AIBE സംസ്ഥാന പ്രസിഡന്റും നെടുങ്ങാടി ബാങ്ക് സ്റ്റാഫ് യൂണിയൻ സ്ഥാപക നേതാവുമായ AVG നായരെ ബാങ്ക് ജീവനക്കാർ അനുസ്മരിച്ചു. യോഗം K മല്ലിക ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ നമ്മൾക്ക് ബാങ്കുകൾ തമ്മിലുള്ള വിവേചനമില്ല. എല്ലാ ബാങ്കിലും ഏത് ബാങ്കിലെ പ്രശ്നം വന്നാലും അത് എല്ലാവരുടെയും പ്രശ്നമായിട്ട് കാണുന്ന ആ ഒരു രീതി, അത് പാലക്കാട് ആദ്യകാലം തൊട്ടേ അങ്ങനെ ആയിരുന്നു എന്നുള്ളത് കൊണ്ട് ആ ഒരു ചുറ്റുപാടിൽ തന്നെ ബാങ്കിനകത്തേക്ക് പ്രവേശിച്ച ആള് എന്നുള്ളത് കൊണ്ട് അന്ന് ബാങ്കിൽ കയറിയിട്ട് അധികം കാലമായിട്ടില്ല. ഞാൻ 78 ബാങ്കിൽ കയറിയ ആളാണ്. അപ്പൊ ആ ഒരു 5-6 കൊല്ലത്തെ പരിചയമേ ഉള്ളൂ. എങ്കിലും അങ്ങനെയാണ് അദ്ദേഹവുമായി അടുത്ത് ഇടപഴകാനുള്ള ഒരു സന്ദർഭം ഉണ്ടായത് എന്നുള്ളതാണ്. MC പോൾ അധ്യക്ഷം വഹിച്ചു. K സത്യനാഥൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. CPI ജില്ലാ സെക്രട്ടറി TV ബാലൻ, MD ഗോപിനാഥ്, P പ്രദീപ് കുമാർ, KV സൂരി, PK ലക്ഷ്മിദാസ് എന്നിവർ സംസാരിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. ഇന്ത്യയിലെ ഫുട്വെയർ നിർമ്മാണ രംഗത്ത് അവഗണിക്കാനാവാത്ത ശക്തിയായി ഇന്ന് കേരളം മാറിയിരിക്കുന്നു. കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഫുട്വെയർ കേരളത്തിലെ മാർക്കറ്റിനെ പോലെ തന്നെ ഇതര സംസ്ഥാനങ്ങളുടെയും മറ്റ് വിദേശ രാജ്യങ്ങളുടെയും മാർക്കറ്റുകളിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായാണ്
മാർച്ച് 11-12 സ്പെയിനിലും മാർച്ച് 17 ദുബായിലും കൂടാതെ ഏപ്രിൽ 4 ഹൈദരാബാദിലും കേരള ഫുട്വെയർ എക്സ്പോ സംഘടിപ്പിക്കുന്നത്. CIFI, KSSIA, FDDC, CLE എന്നിവരുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഫുട്വെയർ ഇൻഡസ്ട്രീസ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ലക്ഷദ്വീപിലെ ടൂറിസം പോളിസി ഷെഡ്യൂൾഡ് ട്രൈബ് സംരക്ഷണം ലംഘിച്ചുകൊണ്ടാകരുതെന്ന് ലക്ഷദ്വീപ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് വെൽഫെയർ അസോസിയേഷൻ. ഭരണഘടന ദ്വീപുകാർക്ക് നൽകുന്ന ഉറപ്പും ലക്ഷദ്വീപ് IT പ്രൊട്ടക്ഷൻ റെഗുലേഷൻ നൽകുന്ന സംരക്ഷണവും ദ്വീപിൽ നിലവിലുള്ള മദ്യനിരോധന നിയമവും കണക്കിലെടുത്ത് വേണം ദ്വീപിലെ ടൂറിസം നയം. ഇതിനെതിരായ നയവുമായി ഭരണകൂടം മുന്നോട്ടു പോവുകയാണെങ്കിൽ അതിനെതിരെ ശക്തമായ ബഹുജന പ്രക്ഷോഭം നടത്തേണ്ടി വരുമെന്നും വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ തൊഴിലാളി പ്രശ്നങ്ങളിൽ ഇടപെടാൻ വിമുഖത കാണിക്കുകയാണെന്ന് AITUC സംസ്ഥാന സെക്രട്ടറി KP രാജേന്ദ്രൻ. കാരശ്ശേരി ബാങ്കിന്റെ പ്രവർത്തന പരിധി വർദ്ധിപ്പിക്കുന്നതിൽ പ്രതിഷേധിച്ച് ജില്ലയിൽ സഹകരണ ഹർത്താൽ. കാലിക്കറ്റ് എയർപോർട്ടിനെ ഉന്മൂലനം ചെയ്യാൻ ചില ഗൂഢശക്തികൾ പ്രവർത്തിക്കുന്നതായി ആരോപണം. എയർപോർട്ട് അടച്ചിടൽ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ദുരിതം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ.